ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദും ഒരു മാറ്റം വേണമെന്നുള്ള തിരിച്ചറിവിൽ പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ദേവിയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഈ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആനന്ദേട്ടന് തന്നോടുള്ള അവഗണന മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ദേവിയും. ആനന്ദിന്റെ മനസ്സ് മാറി പഴയ ആനന്ദിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം എന്നോണമാണ് നമ്മുടെ ബാലൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് പോലും. എന്തായാലും എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. നമ്മുടെ ആകാശിനും അതുപോലെ ആര്യനും ധർമ്മനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ആനന്ദിന് വേണ്ടിയാണ് ബാലൻ ഇങ്ങനെ ഒരു ടൂർ തീരുമാനിച്ചത് പോലും എന്ന്. ഈ പോക്കിൽ ആനന്ദേട്ടന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റി പഴയ ആനന്ദേട്ടനാക്കി മടക്കി കൊണ്ടുവരണമെന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മീനുവിനും ഇത്രയ്ക്കും ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ആ പെൺകുട്ടികളെ എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ആണുങ്ങൾ മാത്രം പോകുന്ന ഈ ടൂർ ഓർത്തിട്ടേ ചെറിയൊരു കുശുമ്പ്. അപ്പം മീനും ഇത്രയും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചേച്ചി, അങ്കിള് ഈ ചെയ്തത് ചതിയായിപ്പോയി. നമ്മളെയും കൂടി ടൂറിന് കൊണ്ടുപോകായിരുന്നു. അല്ല, ദേവിയടത്തേക്കും ഒരു മാറ്റം വേണ്ടേ? എല്ലാവരും കൂടി ആവുമ്പോൾ ദേവിയടത്തിന്റെ മനസ്സിനും ഒരു മാറ്റമൊക്കെ വന്നേനെ എന്ന് പറയണേ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീന് പറയും, അതും ശരിയാ, പക്ഷെ സാരമില്ല, അവരെല്ലാവരോടും പോട്ടെ, നമുക്ക് ഇവിടെ ഇരുന്നും അടിച്ചു പൊളിക്കാലോ എന്ന് മീന് പറയാണ്. അത് എടുത്തി പറഞ്ഞത് കറക്റ്റാ. നമുക്ക് എന്തായാലും ദേവിയടത്തിന്റെ എല്ലാ വിഷമങ്ങളും ആനന്ദേട്ടൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് മാറ്റിയെടുക്കണം. പഴയ ആനന്ദേട്ടനും ദേവിയടത്തെയുമായിട്ട് അവർ ഈ വീട്ടിൽ ജീവിക്കുകയും വേണം. അത് കണ്ടാലേ എനിക്ക് സമാധാനം ആകുള്ളൂ എന്ന് മിത്ര പറയാം. അത് കേൾക്കുമ്പോൾ മീന് പറയും, അതെ, അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ദേവിയടത്തെ നമ്മൾ മാറ്റിയെടുക്കണം. പിന്നെ ആനന്ദേട്ടന്റെ കാര്യം അവരെല്ലാവരും കൂടി നോക്കിക്കോളും എന്ന് പറയണം കേട്ടോ. എങ്കിലും അവരെല്ലാവരും ടൂറിന് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കണമല്ലോ എന്ന് മിത്ര ഇങ്ങനെ പറയണം കേട്ടോ. വീണ്ടും അപ്പൊ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശും ആര്യനും അങ്ങോട്ട് വരുന്നത്. അപ്പൊ ആകാശിനെ ആര്യനെയും കാണുന്ന മീനും ഇത്രയും വലിയ മൈൻഡ് ഒന്നും ചെയ്യില്ല. അത് കാണുന്ന ആകാശ് പറയും, കണ്ടോടാ ഇവളുമാരുടെ അഹങ്കാരം. അപ്പം ആരും പറയും, ഇത് അഹങ്കാരമല്ല ആകാശേട്ടാ, ഇത് നല്ല ഒന്നാന്തരം കുശുമ്പ. നമ്മളെ എല്ലാവരും അച്ഛൻ ടൂറിന് കൊണ്ടുപോയിട്ട് ഇവരെ ഇവിടെ തന്നെ ഇട്ടില്ലേ, അതിലുള്ള പ്രതിഷേധമായി കാണിക്കുന്നേ. കുശുമ്പാണല്ലേ? സാരമില്ല മക്കളെ, ഞങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ആകാശ് പറയണ. അത് കേൾക്കുമ്പം മിത്രയും മീനും കൂടി പറയും, സാരമില്ല, ഞങ്ങൾ ഇവിടെയും തകർത്തോളാം, നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ, കുറച്ച് ദിവസം നിങ്ങളുടെ ആരുടെ ശല്യമില്ലാതെ ഒന്ന് സമാധാനത്തോടെ ഞങ്ങളും ഒന്ന് അർമാദിക്കട്ടെ എന്ന് പറയണ കേട്ടോ. അത് കേൾക്കുമ്പം ആകാശും ആര്യനും പറയും, ഇനിയിപ്പം നിങ്ങളുടെ സങ്കടം ഇങ്ങനെ പറഞ്ഞെങ്കിലും അവസാനിക്കുക, അല്ലാതെ ഞങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. അല്ല, അച്ഛൻ വരുന്നില്ലേ എന്ന് പെട്ടെന്ന് നമ്മുടെ മീന് ചോദിക്കാണ് കേട്ടോ. അപ്പം മിത്രൻ പറയും, അത് ശരിയാണല്ലോ, അങ്കിള് വരുന്നില്ലേ, നിങ്ങൾ മാത്രമാണോ പോകുന്നുള്ളൂ എന്ന് ചോദിക്കുക. ഇല്ലില്ല, അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാ പോകാൻ പോകുന്നത് എന്ന് ആര്യനപ്പം പറയാൻ കേട്ടോ. എന്തായാലും അവരെല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് ടൂറിന് പോകാനായിട്ട്. ധർമ്മനൊക്കെ തൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ആദ്യം തന്നെ റെഡി ആയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അതിന്റെ പിന്നാലെ ആര്യനും ആകാശും ഒക്കെ വരികയാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ മീനുവിനും ഇത്രയ്ക്ക് നല്ല കുശുമ്പ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് പറയും, കണ്ടോ അമ്മേ, അവരെല്ലാവരും നമ്മളെ അവഗണിച്ചുകൊണ്ടുള്ള ഈ യാത്ര എത്ര സന്തോഷത്തിലാണെന്ന് നോക്കിക്കേ. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ ചിലപ്പം അവരുടെ മുഖത്ത് ഈ സന്തോഷമൊന്നും കാണാൻ വരില്ല എന്ന് പറയണം കേട്ടോ. അപ്പൊ ഗോമതി പറയും, നിങ്ങളുടെ ഒരു കുശുമ്പ്, അവരെല്ലാവരും പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് വരട്ടെ. ആനന്ദിന്റെ മുഖത്തെ ഈ സങ്കടഭാവമൊക്കെ മാറി പഴയ ആനന്ദായിട്ട് വേണം തിരിച്ചു വരേണ്ടത്. എനിക്കെന്റെ ആനന്ദിനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി എന്ന് ഗോമതി പറയാം. അപ്പൊ മീനു പറയും, എൻ്റെ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, അച്ഛനിങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്തത് പോലും ആനന്ദേട്ടന് വേണ്ടിയാ. ആനന്ദേട്ടന്റെ ഈ സങ്കടമൊക്കെ മാറി ഈ മാനസികാവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്ന് പഴയ ആനന്ദേട്ടനായിട്ട് മാറാനാ. ആകാശും ആര്യനും ഒക്കെ കൂടെ ഉണ്ടല്ലോ, അതുപോലെ മാമനും ഉണ്ട്. അവരെല്ലാവരോട് ചേർന്ന് പഴയ ആനന്ദേട്ടനെ നമുക്ക് മടക്കി കൊണ്ടുവരും. അതിനു വേണ്ടിയാ ഈ യാത്ര എന്ന് പറയണം കേട്ടോ. അവരെല്ലാവരും എല്ലാ സ്ഥലങ്ങളും കണ്ട് എൻജോയ് ചെയ്ത് വന്നാൽ മതി എന്ന്. അപ്പം അത് കേൾക്കുന്ന ഗോമതി പറയണേ. അപ്പം ഇത്രയും പറയും, അതെ പിന്നെ അവരവിടെ അർമാദിക്കാൻ പോകുമ്പം നമ്മളും വെറുതെ ഇരിക്കാൻ പാടില്ല, അല്ല മീനു ചേച്ചി, നമുക്കും ഇവിടെ അടിച്ചു പൊളിക്കണം, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എന്ന് പറയാം. അപ്പം ഗോമതി പറയും, അതൊക്കെ നല്ലതാ, ദേവിയുടെ വിഷമം നിങ്ങളും മാറ്റിയെടുക്കണം. ദേവികളുടെ മുഖത്ത് ഒരു പ്രകാശം കണ്ടിട്ട് എത്ര ദിവസങ്ങളായി, അവളുടെ മുഖത്തെ ആ സങ്കടഭാവം എല്ലാം മാറ്റിയെടുക്കണം എന്ന് ഗോമതി പറയണേട്ടോ. അപ്പോഴാണ് ആകാശവാരി
ആരനും അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ റെഡിയായോ എന്ന് ഗോമതി ചോദിക്കാം. ഞങ്ങളൊക്കെ എപ്പോഴാ റെഡി അമ്മേ, ഇനിയിപ്പം അച്ഛനും കൂടി വന്നാൽ മതി എന്ന് പറയണ. ഈ ബാലേട്ടൻ ഇത് എവിടെയാ കിടപ്പോയിരിക്കാം, എത്ര സമയമായി, ഞാനിങ്ങ് പോരുമ്പം ബാലേട്ടൻ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നല്ലോ എന്ന് ഗോമതി അപ്പം പറയണം. അപ്പം ഞാൻ എന്നാൽ പോയി ബാലേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗോമതി അവരുടെ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നത്. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ രൂപവും ഭാവവും ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ചുള്ളനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരിക. അച്ഛൻ്റെ ആ ഒരു മാറ്റം കണ്ട ആരിനും ആകാശവും ധർമ്മനും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്റെ അളിയൻ തന്നെയാണോ എന്നുള്ള സംശയത്തിൽ ധർമ്മൻ കണ്ണൊക്കെ ചിമ്മി ഒന്നും കൂടി നോക്കുകയാണ് കേട്ടോ. ഗോമതിയും തന്റെ ബാലേട്ടനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഈ ബാലേട്ടൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പം ധർമ്മം പറയും, ദേ മക്കളെ, അളിയൻ്റെ ഈ സൗന്ദര്യത്തിന് മുന്നിലേ ഒന്നും അല്ലടാ, നിങ്ങളൊക്കെ ടൂറിന് പോകാനുള്ള ഗെറ്റപ്പ് നോക്ക്, അളിയൻ്റെ ഗെറ്റപ്പ് നോക്ക്, ഇതാണിടാ ശരിക്കുമുള്ള ടൂറിന് പോകാനുള്ള ലുക്ക് എന്നൊക്കെ ധർമ്മം പറയണം കേട്ടോ. അപ്പം ആകാശം പറയും, അച്ഛൻ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു അല്ലേടാ ആര്യ എന്ന് ചോദിക്കുക. അതെ, ഇങ്ങനൊരു വേഷപ്പകർച്ച അത് ഞാൻ ഒട്ടും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചില്ല, അച്ഛൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. ആകെ സങ്കടപ്പെട്ട് നിന്നിരുന്ന ആനന്ദ് പോലും നമ്മുടെ ബാലന്റെ ആ രൂപഭാവത്തിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ തന്നെയാണോ ഇറങ്ങി വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ബാലൻ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന കാണുമ്പം അടുത്ത് വന്ന് ചോദിക്കുക, എന്താ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നേ ബാലേട്ട, ഇത് എന്തൊരു കോലോ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കുക. എന്താ നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുക. പിന്നെ അടിപൊളിയായിട്ടുണ്ട് എന്ന് അപ്പം മീന് ചാടി കയറി പറയട്ടോ. മിത്രയും പറയും, അതെ ഞങ്ങളെ സെറ്റപ്പ് ആയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും പോയിട്ട് വാ എന്ന് പറഞ്ഞ ഗോമതിയും മീനും മിത്രയും എല്ലാവരും കൂടി അവരെ യാത്ര അയക്കാണ് കേട്ടോ. അവരെല്ലാവരും ഗോമതിയോട് സമ്മതമൊക്കെ ചോദിച്ചിട്ട് സന്തോഷത്തോടു കൂടി യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ആനന്ദിന്റെ സന്തോഷങ്ങൾ തേടിയുള്ള യാത്ര. അങ്ങനെ അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന മീനുവിനോടും മിത്രയോടും ഗോമതി പറയും, ഇനി കയറി വാ, നമുക്കേ അകത്ത് കുറച്ച് പരിപാടിയുണ്ട്, നിനക്കിന്ന് ഓഫീസിൽ പോകാനുള്ളതല്ലേ മീനു എന്ന് ചോദിക്കുക. ഇന്നിന് പോണോ അമ്മേ എന്നാ ഞാൻ ചിന്തിക്കുന്നതെന്നും അപ്പം മീനു പറയും കേട്ടോ. മടിയൊന്നും പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറി പോവാം. അപ്പം മിത്ര പറയും, ചേച്ചി നമ്മളും ഇവിടെ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മീൻ ചേച്ചി ഓഫീസിൽ പോയാൽ എങ്ങനെ ശരിയാകും എന്ന് ചോദിക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കാടി എന്നപ്പം മിത്രയോട് മീനും പറയണം കേട്ടോ. അങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ച് അവർ ഡാൻസും ഒക്കെ കളിക്കുകയാണ്. നമ്മളും ഒന്ന് അർമാദിക്കാൻ ചേച്ചി എന്ന് എന്നിട്ട് മിത്ര പറയാണ്. അടുക്കളയിലേക്ക് പോയ ഗോമതിയും പിടിച്ചു വലിച്ചുകൊണ്ട് അവർ ഡാൻസും പാട്ടും ഒക്കെ നടത്താണ് കേട്ടോ. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ കേട്ട് നമ്മുടെ ദേവി റൂമിൽ തന്നെയുണ്ട്. ദേവിയുടെ അടുത്തേക്ക് പോയി മിത്രയും മീനും കൂടി ദേവിയെയും പയ്യെ പിടിച്ചുകൊണ്ട് ഹാളിൽ കൊണ്ട് ഇരുത്തുകയാണ്. അപ്പൊ ഇവരുടെ ഈ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ കാണുമ്പം ദേവിയുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരികയാണ് കേട്ടോ. ദേവിയുടെ മുഖത്തെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും ഒക്കെ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഉദയഭാനു ദേവമംഗലത്തേക്ക് വരാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ദേവിയുടെ സുഖവിവരം അന്വേഷിക്കാനും ദേവിക്ക് വേണ്ടി ദേവമംഗലത്തുള്ളവരോട് സംസാരിക്കണം. ഒരിക്കലും ആനന്ദ് തൻ്റെ മകളെ ഉപേക്ഷിക്കാൻ പാടില്ല, അതിനു വേണ്ടതെല്ലാം ചെയ്യണം എന്നൊക്കെയാണ് ഉദയഭാനു നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.